സോയാ ചങ്ക്സ് ഫ്രൈ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിനകത്തിട്ടൊന്ന് ഉപ്പിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടിയും ശകലം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ശകല ഉപ്പും കൂടെ ചേർത്ത് ഒരു 10-20 മിനിറ്റ് നമ്മൾ പിന്നെയും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പെരുംജീരകം ചേർക്കുക. ആവശ്യമെങ്കിൽ തേങ്ങാക്കൊത്തും നമുക്ക് ചേർക്കാമേ. പക്ഷേ എനിക്ക് ഇവിടെ തേങ്ങാക്കൊത്ത് ചേർത്താൽ ആരും ഇത് കടിക്കത്തില്ല. കാരണം എൻ്റെ ഹസ്ബൻഡാട്ടെ അമ്മയാട്ടെ ആരും അച്ഛനും ആരും പിന്നെ തേങ്ങാക്കൊത്തിട്ടാൽ എടുത്ത് അവരങ്ങ് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ. അത് കാരണമാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് ഫ്രൈ റെഡി. കണ്ടോ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടും.